ഇപ്പോഴത്തെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കൗൺസിലിങ്ങിലൊക്കെ പറയുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ന്യൂജൻ കൗൺസിലിംഗ് വരുന്ന അല്ലെങ്കിൽ കോച്ചിങ് വരുന്ന ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി യൂത്ത് ഇമർഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ടോപ്പിക്കാണ് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്. എനിക്ക് കല്യാണം വേണ്ട, ലോകത്ത് ഓൾറെഡി പോപ്പുലേഷൻ ബേർഡൻ ഉണ്ട്, അപ്പോൾ ഇനി പോപ്പുലേഷൻ കൂട്ടണ്ട. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന മറുപടി, അങ്ങനെ നിൻ്റെ ഉപ്പയോ ഉമ്മയോ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഡയലോഗ് അടിക്കാനുള്ള നാവ് ഉണ്ടാവുമായിരുന്നില്ല. അതോടുകൂടി ലോകം അവിടെ അവസാനിക്കുമല്ലോ. അപ്പം മനുഷ്യന് എപ്പോഴും ഒരു ദൗത്യമുണ്ട്. മനുഷ്യൻ സ്വാർത്ഥനാവരുത്. അതായത് ഞാൻ ഈ ദുനിയാവ് അനുഭവിച്ചു, ഞാനിവിടെ ജനിക്കപ്പെട്ടു, എന്നിട്ട് ഈ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും ഞാൻ അനുഭവിച്ചു, എനിക്ക് ശേഷം ഇനി ആരും ഇവിടെ ജീവിക്കണ്ട. സെൽഫിഷാണല്ലേ? സെൽഫിഷാണ്. സെൽഫിഷ്നെസ് ആക്ച്വലി പർപ്പസ് ഓഫ് ലൈഫ് അല്ല. പർപ്പസ് ഓഫ് ലൈഫ് ഒരു മനുഷ്യൻ്റെ, എല്ലാ മനുഷ്യൻ്റെയും ഒരു ഉത്തരവാദിത്തം, അവൻ ജനിച്ച് വളർന്ന്, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഉത്തരവാദിത്തമായിരുന്നു എന്നെ നല്ല സിറ്റിസൺ ആക്കിയിട്ട് സമൂഹത്തിന് സംഭാവന ചെയ്യാന്നുള്ളത്. അത് അവർ ഭംഗിയായി, എൻ്റെ ഉമ്മ എസ്പെഷ്യലി അത് ഭംഗിയായി നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഉമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വന്തം ജീവിതം ത്യാഗം ചെയ്തിട്ട് അങ്ങനെ മക്കളെ വളർത്തിയ ആളായിരിക്കും. കാരണം എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പാരൻറ്റിങ്ങിലേക്ക് തിരിച്ചു വരാം. ഉമ്മ എപ്പോഴും പറയുന്നൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 24-ാം വയസ്സിൽ വിധവയായ പെണ്ണാണ്. നിങ്ങൾക്ക് 4 മക്കളുണ്ടായിരുന്നു, എനിക്ക് 5-ാം വയസ്സ്, മറ്റുള്ള ഏറ്റവും വലുതിന് പെങ്ങൾക്ക് 11-ാം വയസ്സ്, ഈ റേഞ്ചിലുള്ള 4 മക്കൾ. അപ്പം അന്ന് ഉമ്മ ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണായിരുന്നു, ഇപ്പോഴുമാണ്, അന്നുമാണ്. അപ്പോൾ എല്ലാവരും ഉമ്മയോട് പറയുമായിരുന്നു, റുക്കിയ നീ കല്യാണം കഴിക്കണം, റുക്കിയ നീ കല്യാണം കഴിക്കണം. സമൂഹത്തിൽ നിന്ന്, ഈവൻ കുടുംബത്തിൻ്റെ ഉള്ളൊന്നും അമ്മാവന്മാരും സമൂഹത്തിലും ഒക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട്, റുക്കിയ എന്നെ ഞാൻ കെട്ടാം, എന്നെ ഞാൻ നോക്കാം, എന്നെ ഞാൻ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞിട്ട് അന്ന് പൂവാലന്മാരുടെ തന്നെ ശരിക്കും ഒരു ശല്യമുള്ള ഒരു സമയം. ചെറുപ്പം കൂടിയാണ് 24 വയസ്സ്. ഇപ്പോഴത്തെ ആൾക്കാർ കല്യാണം കഴിക്കാത്ത പ്രായം. അന്നൊക്കെ 14-ാം വയസ്സിൽ കല്യാണം കഴിയും. അപ്പം അന്ന് മുതൽ ഉമ്മ പറയുന്നൊരു വാക്കാണ്, മക്കളെ, ഉമ്മ എപ്പോഴും പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു പ്രിൻസിപ്പിളാണ്, മക്കളെ, ഞാൻ ഈ പ്രതിസന്ധിയിലൊക്കെ ജീവിച്ചിട്ടും, ഒറ്റയ്ക്കൊരു തടിയായിട്ട് ജീവിച്ചിട്ടും, ഹലാലല്ലാത്ത, നേർമാർഗത്തിലല്ലാത്ത ഒരു ബറ്റ് പോലും നിങ്ങളെ പള്ളിയിൽ ഞാൻ ആക്കിയിട്ടില്ല. എനിക്കതിന് 1000-കണക്കിന് അവസരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നമ്മൾ 13 മക്കളുണ്ട്, മക്കളിൽ 13 പേരുണ്ട്, ഒരാളെ പള്ളയിലും ഹറാമായ ഒരു വറ്റ്, നേർമാർഗത്തിൽ ഉണ്ടാക്കാത്ത ഒരു വറ്റ് നിങ്ങളാക്കാൻ പാടില്ല, ഒരു ചോറിൻ്റെ മണി നിങ്ങളാക്കാൻ പാടില്ല. അത് പറയാനുള്ള അവകാശം എൻ്റെ ഉമ്മാക്കുണ്ട്. കാരണം ഈ കേൾക്കുന്ന ഒരാളും ഒരു പക്ഷേ ഉമ്മ ജീവിച്ച ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് പിടിച്ചു നിന്ന ഒരു ഉമ്മയാണ് എന്നോട് പറഞ്ഞത്, മോനെ നീ അങ്ങനെ ആവണം. അപ്പം അതിന് അതോറിറ്റി ഉണ്ട്. ഇനി എൻ്റെ റോളാണ്, അതായത് എനിക്ക് 4 മക്കളെ പടച്ചോൻ തന്നിട്ടുണ്ട്, അവരെ വളർത്തി, അതായത് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല ഒരു കുടുംബജീവിതം ഡിസ്പ്ലേ ചെയ്യണം. അവിടെയാണ് എൻ്റെ കുട്ടികൾ സ്പിരിച്വാലിറ്റി പഠിക്കുന്നത്. കരുണ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിക്കണം, ദയ ഞാൻ എൻ്റെ ഭാര്യയോട് കാണിക്കണം, ഞാൻ എൻ്റെ മക്കളോട് കാണിക്കണം, നന്ദി ഞാൻ എൻ്റെ ഭാര്യയോട് കാണിക്കണം, വിട്ടുവീഴ്ച ഞാൻ എൻ്റെ ഭാര്യയോട് മക്കളോടും കാണിക്കണം. അതെ, അങ്ങനെ ഞാൻ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി ഞാൻ എവിടെ ഡിസ്പ്ലേ ചെയ്യണം? സ്വന്തം കുടുംബ ജീവിതത്തിലും ആസ് എ പാരന്റും ഡിസ്പ്ലേ ചെയ്തിട്ട് ആ സ്പിരിച്വൽ മൂല്യങ്ങളെ എൻ്റെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അതോടൊപ്പം അവർക്ക് റോട്ടി കപ്പട മക്കാൻ കൊടുക്കണം. റോട്ടി കപ്പട മക്കാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് 18-ാം വയസ്സ് വരെ. അത് കൊടുത്ത് ഈ സ്പിരിച്വൽ മൂല്യങ്ങൾ തൊള്ളോണ്ട് പറയരുത്. കുട്ടിനോട് പോയിട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് ഓനിങ്ങനെ നോക്കും, വാപ്പ എഴുന്നേറ്റാലേ ഓന്ന് എഴുന്നേൽക്കുള്ളൂ, അല്ലാതെ എഴുന്നേൽക്കടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിനോട് തെറി പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉപയോഗിക്കുന്ന അതേ ഭാഷ കുട്ടി ഉപയോഗിക്കും. ഞങ്ങളെ നാട്ടിൽ പേര് ഞാൻ പറയുന്നല്ലോ, ഒരാളുണ്ട്, ജീവിതകാലം മുഴുവൻ ഞാൻ അയാളെ കണ്ട് കള്ളുടിച്ചിട്ടാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നാട്ടിലുണ്ട്, അങ്ങാടിയിലിട്ടിട്ട് അവൻ്റെ മകനിട്ടിട്ട് നാട്ടുകാർ തല്ലണ്. ഒന്നുമല്ല, കള്ളുടിച്ചിട്ട് നാട്ടുകാരെ വെറുതെ തന്തക്ക് വിളിച്ചപ്പോൾ നാട്ടുകാരോട് തല്ലിങ്ങനെ കിട്ടുകയാണ്. അപ്പം എടാ നീ കള്ളുടിക്കാതിട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ കുടിച്ചാൽ മോനും കുടിക്കും, അച്ഛൻ വലിച്ചാൽ മോനും വലിക്കും, അച്ഛൻ വെടിവെച്ചാൽ മോനും വെടിവെക്കും. അതായത് മനുഷ്യൻ്റെ പർപ്പസ് രണ്ടാമത്തേത് ഒരു റോൾ മോഡലിംഗ് ആണ്. എന്നിട്ട് ഈ കുട്ടികളെ നല്ല സിറ്റിസൺസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കല്യാണം കഴിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ കുടുംബജീവിതം ഡിസ്പ്ലേ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികൾക്ക് റൊട്ടി കപ്പട മക്കാൻ ഏണിംഗ് ആൻഡ് സേവിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അവരെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മൂല്യബോധമുള്ള ആ സ്പിരിച്വാലിറ്റി ഇല്ലേ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത സാധനം, അത് മദ്രസ പോയാൽ കിട്ടൂല, അമ്പലത്തിൽ പോയാൽ കിട്ടൂല, ഇടവകയിൽ പോയാൽ കിട്ടൂല, തൊള്ളോണ്ട് പറഞ്ഞാൽ കിട്ടൂല, പുസ്തകം വായിച്ചാൽ കിട്ടൂല. കുട്ടികൾക്ക് സ്പിരിച്വാലിറ്റി ഒറ്റ സ്ഥലത്തുനിന്നേ കിട്ടുള്ളൂ.
സ്വന്തം വീട്ടിലെ അവരനുസരിക്കല്ല, അനുകരിക്കുക ചെയ്യാം. കുറ്റിക്ക് തല്ലുന്ന വാപ്പാക്ക് കുറ്റിക്ക് തല്ലുന്ന മോനെ ഉണ്ടാവുള്ളൂ. ശരി. വാപ്പയോട് ഒച്ചടുന്ന ഉമ്മാക്ക് വാപ്പയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ബാപ്പയെ തല്ലുന്ന അല്ലെങ്കിൽ ബാപ്പയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഉമ്മാക്ക് ഹസ്ബൻഡിനോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന മോളെ ഉണ്ടാവുള്ളൂ. അനുകരിക്കുക ചെയ്യാം. അപ്പൊ ആ ഒരു പ്രോസസ്സ്, ആ അനുകരണം ശരിക്ക് കോൺഷ്യസ്ലി അറിയാണ്ട് സംഭവിക്കുന്നതാണോ ശരിക്ക്? അല്ല. 7-ാം വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ ബ്ലാങ്ക് ആണ്, വൈറ്റ് പേപ്പറാണ്. അതിലിങ്ങനെ പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു പോവാണ്. ഉപ്പ എങ്ങനെ നിൽക്കുന്നു, ഉപ്പ എങ്ങനെ നടക്കുന്നു, ഉപ്പ എങ്ങനെ സംസാരിക്കുന്നു, ഉമ്മയും എങ്ങനെ സംസാരിക്കുന്നു, ഉപ്പ എങ്ങനെ ഡീൽ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉപ്പ എന്ത് ചെയ്യുന്നു? ക്ലാസ് വീണ് പൊട്ടി, ചപ്പക്കുറ്റിക്ക് അടിച്ചു, ഫോണൊന്ന് തൊട്ടു, അതിനൊന്നടിച്ചു, എന്തോ ഒരു തെറ്റ് ചെയ്തു, അതിന് തെറി വിളിച്ചു. അങ്ങനെ അവരിതിനിങ്ങനെ ഓരോ പാറ്റേൺസിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് 7-ാം വയസ്സാകുമ്പോൾ ഈ വാളിന് ഒരു ഷേപ്പ് വരും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പൊളിക്കും. വാപ്പയാവണമെങ്കിൽ അതിൻ്റെ മുമ്പാവണം. അത് കൊല്ലകാലം മുഴുവൻ ഗൾഫിൽ പോയി നിന്നിട്ട് മക്കൾക്ക് 25 വയസ്സാകുമ്പോൾ വന്നിട്ട് വാപ്പായിട്ട് കാര്യമില്ല. 7 വയസ്സിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് കോപ്പി ചെയ്യിക്കാൻ പറ്റണം, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ വലിയൊരു പരാജയം തന്നെയാണ്. 7 വയസ്സ് വരെ നമ്മൾ കുട്ടികളുടെ കൂടെ ജീവിക്കുകയും വേണം, കുട്ടികൾ നമ്മുടെ നല്ല ഭാഗങ്ങൾ കാണുകയും വേണം, ചീത്ത ഭാഗങ്ങൾ കാണാതിരിക്കുകയും വേണം. അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ അടികൂടല്ലേ. ബിക്കോസ് ദെയർ സബ് കോൺഷ്യസ് ഫിലിമിങ് ഈസ് ഹാപ്പനിങ്. അതങ്ങനെ തന്നെ പോയിട്ട് പെണ്ണിട്ടിട്ട് കോപ്പടിക്കും സബ് കോൺഷ്യസ്ലി കേട്ടോ. നല്ല ഡീസൻ്റാ, വിദ്യാസമ്പന്നാണ്, ഡോക്ടറാണ്, തുണി കുപ്പായ ഉഷാറിട്ടാണ്, കോട്ടക്കെട്ടാണ്. പക്ഷെ ഓൻ്റെ ഉള്ളത് മറ്റതാ വരിക. ഓൻ്റെ നാഗവല്ലി ട്രിഗർ വരും. അതാണ് ഹീൽ ചെയ്യണം നേരത്തെ പറഞ്ഞത്. ഹീൽ ചെയ്യണം എന്ന് പറഞ്ഞത് ആ സബ് കോൺഷ്യസ് പാറ്റേണിനെ തിരുത്താൻ പറ്റും ത്രൂ ഹീലിംഗ്. അത് സാധ്യമാണോ ശരിക്കും? അപ്പോൾ ഓരോ മനുഷ്യനും ഞാൻ ജനിച്ചു, ഞാൻ സെറ്റപ്പായി, ഞാൻ തിന്നു, ഞാൻ കുടിച്ചു, ഞാൻ വീണു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നുള്ളതല്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഉണ്ടാക്കാനുള്ള, അതായത് ഈ മനുഷ്യകുലം ഇവിടെ നിലനിർത്തുക എന്നുള്ള ഒരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് വിവാഹവും, അതിൽപ്പെട്ടതാണ് പാരന്റിങ്ങും, അതിൽപ്പെട്ടതാണ് നല്ല കുടുംബജീവിതവും, അതിൽപ്പെട്ടതാണ് ധാർമ്മിക മൂല്യങ്ങളുടെ ജീവിതത്തിലെ പയറ്റലും. കാരണം സബ് കോൺഷ്യസ് കോപ്പിങ് നടക്കുമല്ലോ, മോഡലിംഗ് നടക്കും. ആ ഒരു വലിയ ജേണിയാണ് ജീവിതത്തിൻ്റെ. മറ്റേത് ഞാൻ പറഞ്ഞു, അതായത് സ്പിരിച്വാലിറ്റി ഡെയിലി പ്രാക്ടീസാണ്. ഇത് ജനിച്ച അന്ന് മുതൽ മരിക്കണ വരെ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. എസ്പെഷ്യലി ആ കല്യാണം കഴിച്ച് കുട്ടികൾ 18 വയസ്സാവുന്നവരെ 18 വർഷം ശരിക്കും ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ബേസിക്കലി ഈ ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. അതായത് പാരന്റിങ് എന്നല്ല അതിന് പറയാം, പാരന്റിങ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. മനുഷ്യകുലത്തെ ഈ പ്രകൃതിയിൽ നിലനിർത്തുക. ഇപ്പം നമ്മളിപ്പം 800 കോടി ആളുകളുണ്ട്. ഈ 800 കോടി ആളുകളും തീരുമാനിക്കുകയാണ് കല്യാണം കഴിക്കേണ്ടതാണ്. അതോടുകൂടി എന്തായി? സമൂഹം ഇല്ല, പിന്നെ മനുഷ്യകുലം അവസാനിച്ചു. പിന്നെ ഈ പ്രകൃതിയൊക്കെ ആർക്കുണ്ടാക്കിയതാ? കുരങ്ങന്മാരും സിംഹവും ഒക്കെ ഇത് തിന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാ. ഈ ഗോളം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ട് മനുഷ്യനിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതാകെ പ്രശ്നത്തിലാവും. അതിൻ്റെ സന്തുലിതാവസ്ഥ തകരും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒറ്റ മാനുകളും മാടുകളും ആടുകളും പോത്തുകളും മൃഗങ്ങളും ഒന്നും അറുത്ത് തിന്നപ്പെടുന്നില്ല. ഇവിടെ എത്രങ്ങാനും പൈക്കളും എത്രങ്ങാനും പോത്തുകളും എത്രങ്ങാനും ആടുകളും ഉണ്ടാവും. ഇത് സന്തുലിതാവസ്ഥ വേണതിന്. അപ്പം മനുഷ്യകുലം നിലനിർത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസാണ്. മനുഷ്യൻ കല്യാണം കഴിക്കണം, കുട്ടികൾ. ഇനി അഥവാ നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടായിട്ട് അയച്ചാൽ മര്യാദയായിട്ട് പോറ്റാനാവില്ല, എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അതിൻ്റെ അർത്ഥം കല്യാണം കഴിക്കരുതെന്നല്ല, ഹീൽ ചെയ്യണം. കല്യാണത്തിൻ്റെ മുമ്പ് ഹീൽ ചെയ്യണം. ഹീൽ ചെയ്തിട്ട് കല്യാണം കഴിക്കണം. അപ്പോൾ പൊളിക്കും. അപ്പോൾ സ്പിരിച്വൽ ആയിരിക്കും, അപ്പോൾ റൊമാൻറ്റിക് ആയിരിക്കും. നല്ലൊരു സമൂഹം പുറത്ത് വരികയും ചെയ്യും. അപ്പോഴാണ് ഈ സഹപാഠിയെ കുത്തിക്കൊല്ലാത്ത, ഉമ്മയെ കുത്തിക്കൊല്ലാത്ത, മതം കൊല്ലാത്ത, കഞ്ചാവടിക്കാത്ത, കുട്ടികളെ പീഡിപ്പിക്കാത്ത, ഫയലുകളിൽ വരാത്ത, ഇപ്പൊ കുറെ ആളുകളെ പേരുകളൊക്കെ ഫയലുകളിൽ വന്നു. അതിന്ന് അത്രയും ആ ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കാൻ എങ്ങനെ ഒരു മനുഷ്യന് കഴിയാം? ക്രൂരത അല്ലേ? അയാൾ അവിടെ സ്പിരിച്വല്, അയാളുടെ എന്ത് പൈസ ഉണ്ടായിട്ടെന്താ, എന്ത് പദവി ഉണ്ടായിട്ടെന്താ? അവനല്ലേ നമ്മളെ ഒരു പക്ഷേ മറ്റേ നമ്മളെ ലീഡർ. ആ ലീഡർ ഭരിക്കപ്പെടണമെങ്കിൽ നമ്മൾ എത്ര മോശക്കാരനാണ്? നമ്മളിൽ ഒരാളാണല്ലോ നമ്മളെ ലീഡർ. അയാളെ നമ്മൾ ലീഡർ ആയതെങ്ങനെ? നമ്മൾ തെരഞ്ഞെടുത്തിട്ടല്ലേ? നമ്മൾ എത്ര മോശക്കാരനാ? മൂന്നാമത്തേതായി രസകരാട്ടോ, ഈ മനുഷ്യൻ എന്തിനാ അവിടേക്ക് പഠിച്ചതെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു മനുഷ്യനാവാനാണ്, 2 മനുഷ്യകുലത്തെ ഇവിടെ നിലനിർത്താനാണ്. മൂന്നാമത്തെ നമ്മൾ ഉറുദുവിൽ പറയുകയാണെങ്കിൽ, ഉറുദു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഖിദ്മത്തുൽ ഖൽഖാണ്.